വേഗത്തിൽ മഴ പെയ്യും, വേഗത്തിൽ നിൽക്കും, പിന്നീട് വീണ്ടും പെയ്യും, അത് മാറും. അങ്ങനത്തെ ഒരു ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സ്വഭാവം, മഞ്ഞിറങ്ങി വരുന്ന ഒരു സ്വഭാവം, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ എൻ്റെ നമ്പർ എവിടുന്നോ തപ്പിയെടുത്ത് എനിക്ക് അയച്ചു തന്നൊരു കാര്യമുണ്ട്. കൂത്താട്ടുകുളത്ത് നിന്ന് രാജു എന്ന് പറയുന്ന പ്രേക്ഷകനാണ് അയച്ചു തന്നെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഈ തിങ്കളാഴ്ച ഓഗസ്റ്റ് 5-ാം തീയതി തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ മാതൃകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് ബസ്സുകാരൊക്കെ അവരുടെ ദിവസങ്ങളിലെ കളക്ഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു എന്ന് പറയുന്നത്. അതായത് ഓരോ മനുഷ്യരും തന്നാലാവുന്നത് ചെയ്യുന്നു എന്ന വലിയൊരു സന്ദേശം നൽകുകയാണ്. അതിനുവേണ്ടി കൂടിയാണ് ഞാനത് വായിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ നാടൊരുമിച്ച് നിൽക്കുകയാണ്. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച് കയറി വരാൻ ഈ മനുഷ്യർക്ക്, നമ്മൾ രക്ഷപ്പെടുത്തിയെടുത്ത് തിരികെ കൊണ്ടുവന്ന മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ള സഹായങ്ങൾ നൽകാനായിട്ട് ഇത്തരത്തിൽ പറ്റാവുന്ന രീതിയിൽ എല്ലാവരും അതിലേക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.